മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പിറവിക്കാലം 1-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ 4 വായനകളും കുടുംബവും കുടുംബ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ 1-ാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കുന്ന ദൈവത്തെ നാം കാണുന്നു. കുടുംബത്തിൻ്റെ അടിസ്ഥാനമിടുന്ന ദൈവത്തെയാണ് ഈ സ്ത്രീയും പുരുഷനെയും സൃഷ്ടിക്കുന്ന ദൈവത്തിലൂടെ നാം കണ്ടുമുട്ടുക. ഇന്നത്തെ 2-ാമത്തെ വായനയായ പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ മാതാപിതാക്കളോടുള്ള കടമകളെപ്പറ്റി നാം വായിക്കുന്നു. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളെയും കൃപകളെയും പറ്റി ഇന്നത്തെ 2-ാമത്തെ വായന നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ 3-ാമത്തെ വായനയായ പൗലോസ് കൊളോസ്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഉത്തമമായ കുടുംബജീവിതത്തെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മൾ കാണുക. കർത്താവായ ദൈവമാണ് നമ്മുടെ വിശുദ്ധമായ കുടുംബജീവിതത്തെ നയിക്കുന്നതെന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13, 14, 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരുക്കുടുംബത്തെ നാം കാണുന്നു. ദൈവിക സന്ദേശത്തിന് കാതോർക്കുന്ന പിതാവിനോട് ചേർന്ന് ദൈവിക പദ്ധതിക്ക് പ്രത്യുത്തരം നൽകുന്ന ഒരു മാതാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബവും തിരുക്കുടുംബമാകുന്നതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.